പിങ്ക് പാലടപ്രഥമനില്ലേ, ആ ഒരു ടേസ്റ്റിൽ പാലട ഉപയോഗിക്കാതെ നല്ല അടിപൊളി ഒരു മക്കറോണി പായസം വെക്കാം. ഈ ഒരു പായസം കുടിക്കുന്നവർക്ക് അറിയില്ല കേട്ടോ, ഇതുണ്ടാക്കിയത് ഈ കാണുന്ന മക്കറോണി വെച്ചിട്ടാണ്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. പിന്നെ പണിയും എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്കൊരു പായസം കുടിക്കാനൊക്കെ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസം കുട്ടികൾക്കും ഇഷ്ടമാവും. കാരണം ഇതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ശരിക്കും നമ്മളൊരു പാലടപ്രഥമനൊക്കെ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുവേ. പിന്നെ വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. കുറച്ച് മക്കറോണി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനൊരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പിൻ്റെ അളവാണെങ്കിൽ അത് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് പൊടിഞ്ഞു പോകേണ്ട, ഈ ഒരു പരുവത്തിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി. നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണ്ടേ അട പോലെ, ആ ഒരു പരുവത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ അങ്ങ് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാവേ. കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒരു 1/2 കപ്പ് ചവ്വരി ഇട്ട് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. വേവിച്ചെടുക്കണം. തിളച്ചാൽ വെന്ത് കിട്ടത്തില്ല. ഒരു 10 മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ ചവ്വരി വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചവ്വരി ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ചവ്വരി വെന്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലോട് ഒഴിച്ച് ബാക്കിയുള്ള വെള്ളം കളഞ്ഞിട്ട് കുറച്ച് പച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. കാരണം ഈ ഒരു ചവ്വരിയിൽ നന്നായിട്ട് സ്റ്റാർച്ച് കാണുവേ. അപ്പോൾ ആ സ്റ്റാർച്ച് നമുക്ക് വേണ്ട. കാരണം മാക്രോണിയിൽ ആവശ്യത്തിനുള്ള സ്റ്റാർച്ച് ഉണ്ട് പായസം കുറുകാനായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചവ്വരി കഴുകി മാറ്റി വെക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് ഈ ഒരു കളറാകുമ്പം അതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കണം. ആദ്യം ഒന്നും പഞ്ചസാര ഇളക്കി കൊടുക്കണ്ട കേട്ടോ. ഒന്ന് കളറൊക്കെ മാറി വന്നതിന് ശേഷം ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു കളറാക്കി എടുക്കണം. ഒരുപാട് കരിഞ്ഞു പോവുകയും ചെയ്യരുത് കേട്ടോ ക്യാരമൽ, അത് ശ്രദ്ധിച്ചോണം. എന്നിട്ട് നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ ആദ്യം പകുതി പാലൊഴിച്ച് കൊടുത്തേ. മൊത്തം ഒരു 1.25 ലിറ്റർ പാലാണ് ഞാനൊരു 1.5 കപ്പ് മക്കറോണിക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലൊഴിച്ച് കൊടുത്ത് ഈ ഒരു പഞ്ചസാരയുടെ ആ ഒരു ഇതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വരണേ. തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മക്കറോണി ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടിച്ചതല്ല, ക്രഷ് ചെയ്ത് വെച്ച മക്കറോണി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്ത് നമുക്കത് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മതിയാകും കേട്ടോ ഈ ഒരു മക്കറോണി വെന്ത് കിട്ടാനായിട്ട്. സാധാരണ നമ്മൾ അടപ്പായസമൊക്കെ ഉണ്ടാക്കി അട വെന്ത് കിട്ടണമെങ്കിൽ ചുരുങ്ങിയതൊരു 45-50 അല്ലെങ്കിൽ 1 മണിക്കൂർ എടുക്കും അല്ലേ നമ്മളൊരു അടപ്പായസം ഉണ്ടാക്കണമെങ്കിൽ. പക്ഷേ ഈ ഒരു പായസം ഉണ്ടാക്കാൻ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് മാത്രം മതിയാവുമേ. അപ്പോൾ ഇങ്ങനെ അടയിട്ട് ഇളക്കി കൊടുത്ത് നമ്മളൊന്ന് വേവിച്ചെടുത്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചവ്വരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പാല് ബാക്കിയുള്ളത് ഒഴിച്ച് കൊടുക്കാം. ഈ പാലിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വെള്ളമൊക്കെ ചേർക്കാതിരിക്കുന്നതാണ് പായസത്തിനൊന്നും കൂടെ ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ചേർക്കാം. പക്ഷേ ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. നല്ല കട്ടിയുള്ള പാല് തന്നെയാണ് ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ബാക്കി പാലും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് വരണം. അപ്പോൾ തിളച്ച് വന്നാൽ നമ്മുടെ പായസം റെഡിയായി. ഇനി നമുക്ക് ആദ്യം ഇട്ട് കൊടുത്ത 1/2 കപ്പ് പഞ്ചസാര നമ്മുടെ മധുരത്തിന് പാകമാവത്തില്ല. ബാക്കിയുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പഞ്ചസാരയും കുറച്ച് ഏലക്കായും കൂടെ, ഏലക്കയുടെ കുരുവും കൂടെ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തു. അതാകുമ്പോൾ ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുവേ. ഇനിയിപ്പം പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും, നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കില്ലേ, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നല്ല കട്ടിയുള്ള പാലിലല്ലേ ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത്രേ ഉള്ളൂ. അങ്ങോട്ട് നമ്മൾ പായസം അങ്ങ് ഗ്യാസ് ഓഫാക്കി മാറ്റി വെച്ചു. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂവും റൈസിൻസും നല്ല പശു നെയ്യിലില്ലേ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതും കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്ത് ചൂടോടെ ആ നെയ്യും ആ ഒരു ഇതെല്ലാം കൂടെ നമ്മുടെ പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യോട് കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടോട് കൂടി വേണം സെർവ് ചെയ്യാം. പിന്നെ ഒന്നും കൂടെ ടേസ്റ്റ് ഈ ഒരു പായസം തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കുമ്പോഴാണ് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ. ഈ പായസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കാനായിട്ട് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ പായസം തണുപ്പിച്ച് കുടിക്കാനാണ് ഇഷ്ടമേ. അപ്പോൾ കുറച്ച് പായസം മിച്ചമുണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം കുടിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി പാലടപ്രഥമനൊക്കെ കഴിക്കാൻ തോന്നുമ്പോഴത്തേനും ഇല്ലേ ഇതുപോലെ പാസ്തയോ മക്കറോണിയൊക്കെ വെച്ചിട്ട് പായസം ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ.